എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ വീട്ടിൽ ഭട്ടൂര ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് ഈ ഭട്ടൂര. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലോട്ട് 250 ml കപ്പിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിലും ഇതേ രീതി ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ വേറെ ഒരു പാത്രം എടുക്കുക. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുക. വറുത്തതോ വറുക്കാത്ത റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ പച്ചവെള്ളം കൂടെ ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കുതിരാനായിട്ട് 5 മിനിറ്റ് മാറ്റി വെക്കാം. അതവിടെ ഇരുന്ന് കുതിർന്ന് വരട്ടെ. നമ്മൾ മൈദ എടുത്തില്ലേ, അതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക. ഇത് ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ വെളിയിലെടുത്ത് വെച്ചിരുന്ന തൈരാണ്. അധികം പുളിയില്ലാത്ത കട്ട തൈര് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര കൂടി പോകരുത്. നമ്മൾ ഭട്ടൂര ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഇതങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് പഞ്ചസാര 2 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് ഞാൻ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ വേണം ഇട്ട് കൊടുക്കാം. അതൊരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ വെച്ച റവ ഉണ്ടല്ലോ, അതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. റവ നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇത് കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ തൈര് അതുപോലെ റവ കുതിർത്തത് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിനെല്ലാം നല്ലതായിട്ട് നനവുണ്ട്. അതുകൊണ്ട് ഈ മൈദ ആ ഒരു നനവിൽ ആദ്യം നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കൂടി പോകും. അതുകൊണ്ട് നിങ്ങൾ നോക്കി മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മൈദ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂരി പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് വെള്ളം കൂടാതെ നിങ്ങൾ നോക്കി കുഴയ്ക്കുക. ചപ്പാത്തിക്ക് ആട്ട കുഴച്ചെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തി വേണം കുഴച്ചെടുക്കാനായിട്ട്. നല്ല രീതിയിൽ ഇതിനെ അങ്ങ് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് ഇതിനെ നല്ലതായിട്ട് കുഴച്ചെടുക്കുക. ഇവിടെ നല്ല രീതിയിൽ ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല രീതിയിൽ മാവ് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ അടച്ച് വെക്കാം. ഒരു 4 തൊട്ട് 5 മണിക്കൂർ എന്തെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇവിടെ ഞാനൊരു 4 മണിക്കൂർ വെച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ ഇത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ സോഫ്റ്റായി വന്നിട്ടുണ്ട്. തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൂടുതലെടുക്കും കേട്ടോ. അന്നേരം നല്ല രീതിയിൽ ഇതിനെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് ഉരുളകളാക്കിയെടുക്കാം. ഉരുളകളാക്കുമ്പോൾ പൂരിയുടെ ആ ഒരു വലിപ്പത്തിലല്ല, നമ്മൾ ചപ്പാത്തിയുടെയൊക്കെ ആ ഒരു വലിപ്പത്തിൽ വേണം ഇതിനെ ഉരുളയാക്കിയെടുക്കാനായിട്ട്. ഒത്തിരി ചെറുതായി പോകരുത്. നമ്മൾ കുറച്ച് കട്ടിക്കാണ് ഇത് നമ്മൾ പരത്തിയെടുക്കുന്നത് കേട്ടോ. എല്ലാം ഞാൻ അവിടെ ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. എനിക്കെല്ലാം കൂടെ ഒരു 10 ഉരുളകളാണ് കിട്ടിയത്. നമുക്കിതിനെ പരത്തിയെടുക്കാം. ചപ്പാത്തി പലകയിലോട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഉരുള കയ്യിലെടുത്ത് നല്ലതായിട്ട് തന്നെ ഷേപ്പാക്കി എടുത്തിട്ട് നമുക്കിതിനെ പരത്തിയെടുക്കാം. ഒത്തിരി പൊടി അങ്ങ് ഇട്ട് കൊടുക്കരുത് കേട്ടോ. പൊടി അതിൻ്റെ മുകളിൽ ഒത്തിരി ഇരിക്കരുത്. അന്നേരം എണ്ണയിലൊക്കെ ഒത്തിരി അങ്ങ് പൊടി ആയിപ്പോകും. അതുകൊണ്ട് പൊടി കുറച്ചിട്ട് കൊടുത്ത് ഇതിനെ പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പത്തിനനുസരിച്ച് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് മതിയെങ്കിൽ ചെറുതായിട്ട് പരത്തിയെടുക്കാം. പൂരിയുടെയൊക്കെ ഒരു വലിപ്പത്തിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി വലിയ ഭട്ടൂര വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ പാത്രത്തിൽ എണ്ണ വെച്ചിട്ട് അങ്ങനെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ വലിയ ഭട്ടൂര ഉണ്ടാക്കിയെടുക്കാം. അന്നേരം നിങ്ങൾ ഉണ്ടെടുക്കുന്ന ടൈമിൽ അതിൻ്റെ വലിപ്പം കൂട്ടുക കേട്ടോ. പിന്നെ പരത്തിയെടുക്കുന്ന സമയത്ത് ഒത്തിരി കട്ടി കുറച്ച് പരത്തിയെടുക്കരുത്. ചപ്പാത്തി പോലെ കട്ടി കുറയ്ക്കരുത്. കുറച്ച് കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ. ഈ ഒരു തിക്നെസ്സിൽ വേണം നിങ്ങൾ പരത്തിയെടുക്കാൻ. ഇവിടെ ഞാൻ എല്ലാം പരത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ കുറച്ച് അധികത്തിൽ ഒഴിച്ച് കൊടുക്കണേ. നമ്മൾ ഈ ഭട്ടൂര വറുത്തെടുക്കുമ്പോൾ അത് മുങ്ങിക്കിടക്കണം. അപ്പോൾ അതേ രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. തീ കൂട്ടിയിട്ട് എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ മാത്രം ഈ നമ്മൾ പരത്തിയെടുത്ത ഭട്ടൂര ഉണ്ടല്ലോ അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ തീ കൂട്ടി തന്നെ വെച്ചേക്കുക. തീ കുറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഇത് പൊങ്ങി വരും. ഇങ്ങനെ ബബിൾസ് പോലെ വരും. ആ ടൈമിൽ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത് പൊങ്ങി വരും കേട്ടോ, വീർത്ത് വരും. അത് കഴിയുമ്പോൾ അതിനെ തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് ആ ഒരു കളർ വരുമ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാവുന്നതാണ്. തീ കുറച്ച് വെക്കരുത്, എണ്ണയും കൂടുതൽ ഒഴിക്കണം. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒത്തിരി നൈസായിട്ട് ഇത് പരത്തിയെടുക്കരുത്. അങ്ങനെ നൈസായിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോവും. എന്നിട്ട് എണ്ണ മൊത്തം ഇതിൻ്റെ അകത്ത് കയറുമേ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്കെല്ലാം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഭട്ടൂര എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ഇത്
കിട്ടിയേക്കുന്നതെന്നുള്ളത്. ഒന്നും പൊങ്ങിയിട്ട് താന്നു പോയിട്ടില്ല കേട്ടോ. ഇങ്ങനെ വീർത്ത് തന്നെ ഇരിപ്പുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതും താന്നു പോയിട്ടില്ല. ഇങ്ങനെ വീർത്ത് തന്നെ ഇരിപ്പുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് മുറിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ അകത്തൊക്കെ നല്ല ഹോളൊക്കെ വന്നിട്ട് നല്ലതായിട്ട് ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമല്ലേ. അപ്പോൾ വല്ലപ്പോഴും നിങ്ങളിതുപോലെ ബട്ടൂര ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗസ്റ്റ് വരുമ്പോഴും ധൈര്യത്തോടു കൂടി ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.